നമസ്കാരം. നമ്മുടെ നിത്യജീവിതത്തിൽ ജീവിതശൈലി രോഗങ്ങൾ പലപ്പോഴും നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാരകമായിട്ടുള്ള പല രോഗങ്ങളും ഇന്ന് പൊതുസമൂഹത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അത്തരം രോഗങ്ങളുടെ ഈ ആവിർഭാവം കടന്നു വരുന്നത്, അതുപോലെ കേരളത്തിൽ വളരെ സങ്കീർണമായിട്ടുള്ള അതിൻ്റെ ഇൻഡെക്സിലെ പെരുപ്പം, ഈ ഒരു സാഹചര്യത്തിലാണ് മലനാട് ടി.വി ഒരു പ്രത്യേക സെക്ഷനുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം കർണാടകയിൽ ബാംഗ്ലൂർ വൈറ്റ്ഫീൽഡ് വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ക്യാൻസർ സെൻ്ററിലെ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് അഥവാ ക്യാൻസർ സർജൻ ഡോക്ടർ അമൃത പ്രഭമാണ് നമ്മളോടൊപ്പം. നമസ്കാരം. ശരിക്കും പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയാണ് ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. പക്ഷേ ചില ആളുകൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞതുപോലെ എസ്പെഷ്യലി ചില സിനിമാ താരങ്ങളടക്കം, ഇപ്പം മമത മോഹൻദാസ് പോലെയുള്ള സിനിമാ താരങ്ങളടക്കം സർവൈവർ ആണെന്ന് നമുക്ക് മുന്നിൽ ജീവിക്കുന്ന സാക്ഷ്യങ്ങളുമുണ്ട്. ഇവിടെയാണ് ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ വലിയ പ്രസക്തി നമുക്കുള്ളത്. പ്രധാനമായിട്ടും ഈ പറഞ്ഞതുപോലെ ക്യാൻസർ എന്നുള്ള രോഗം വന്നു കഴിഞ്ഞാൽ സർജിക്കൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഓങ്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ കേരളത്തിനെ സംബന്ധിച്ച്, ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഗ്ലോബലായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യ മൊത്തത്തിലുള്ളൊരു ഫിനോമിനയെക്കുറിച്ചല്ല, കേരളത്തിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഇന്ന് ക്യാൻസർ രോഗികളില്ലാത്ത വീടുകൾ കേരളത്തിലില്ല. ഇതിനൊരു കാരണം എന്താണെന്നാണ് മാഡം പറയുന്നത്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാകാം. മോസ്റ്റ്ലി കൂടുതൽ ആകാം ഡയറ്ററി ചേഞ്ചസ് അഥവാ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങളാകാം കൂടുതലായിട്ട് ക്യാൻസർ നമുക്കിപ്പം നമ്മൾ ഈ ഡിറ്റക്ട് ചെയ്യാൻ കാരണം. പിന്നെ പണ്ടത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ സ്ക്രീനിങ് ഇതെല്ലാം കുറച്ചും കൂടെ മുന്നോട്ട് വന്നത് കാരണം മേ ബി നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ സ്ക്രീൻ ഡിറ്റക്ട് ക്യാൻസേഴ്സും വരാറുണ്ട്. ആക്ച്വലി ഒരു ഹെൽത്ത് ചെക്കപ്പിന് പോയി അങ്ങനെ ക്യാൻസർ കണ്ടുപിടിച്ച് വരുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ മേ ബി അവയർനെസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരുടെ ഇടയിൽ. അതുകൊണ്ടും ക്യാൻസർ കേസസ് ഡിറ്റക്റ്റഡ് ആവുന്നുണ്ട്. അതുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടും ഡയറ്ററി ചേഞ്ചസ് കൊണ്ടും പിന്നെ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് കൊണ്ടും മേ ബി ക്യാൻസർ ചാൻസസ് ഇപ്പോൾ കൂടുതൽ വരുന്നുണ്ടാകാം. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പം ഒരു സർജിക്കൽ ക്യാൻസറിൻ്റെ സെക്ഷന് വരുമ്പോൾ ഒരു സർജനെ സംബന്ധിച്ചിട്ട് പലപ്പോഴും രോഗിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും അല്ലേ? ആ ഒരു പർട്ടിക്കുലർ ഏരിയ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാൻസർ സർവൈവർ എന്നുള്ള നിലയിലേക്ക് അവരെ എത്തിക്കാൻ കഴിയുമോ? പറ്റും. അത് ഓരോരോ ക്യാൻസർ ഏത് സ്ഥലത്താണ് ക്യാൻസർ വന്നിരിക്കുന്നത് അത് ആശ്രയിച്ചാണ് സർജറി ചെയ്യണോ അല്ലെങ്കിൽ കീമോ ആണോ റേഡിയേഷൻ ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ക്യാൻസർ സ്ത്രീകളാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസർ അല്ലെങ്കിൽ കൊളോറക്ടൽ ക്യാൻസർ അങ്ങനെയാണ്. ആണുങ്ങളിൽ ലങ് ക്യാൻസർ കൊളോറക്ടൽ ക്യാൻസർ അങ്ങനെ ഓരോരോ രീതിയിലാണ്. ഇപ്പം പുരുഷന്മാരിൽ വരുന്ന ലങ് ക്യാൻസർ ആണെങ്കിൽ അത് ഫസ്റ്റ് സ്റ്റേജിൽ വന്നാൽ, അതായത് ലങ് ക്യാൻസറിന് പല ടൈപ്പിലുണ്ട്. അതിൽ ചില ടൈപ്പ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നെങ്കിൽ സർജറിയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അതല്ല കുറച്ച് അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ കീമോതെറാപ്പി റേഡിയേഷൻ അതായിരിക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏത് സ്റ്റേജിലാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും സർജിക്കൽ കെയർ ആണോ വേണ്ടത് അതോ കീമോതെറാപ്പി ആണോ റേഡിയേഷൻ ആണോ വേണ്ടത് സ്റ്റേജസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബേസിക്കലി. തീർച്ചയായിട്ടും. ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം ലങ്സ് ക്യാൻസർ വളരെ സജീവമായിട്ട് അല്ലേ പൊതു ഇതാണ്. പ്രത്യേകിച്ച് അവരുടെ പുകവലി പോലെയുള്ള ദുശീലങ്ങളിലൂടെ അത് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജനറ്റിക് ഡിസോർഡർ കൊണ്ടും ഉണ്ടാകാറുണ്ട്. അപ്പം നമുക്കിപ്പോൾ എങ്ങനെയാണ് ഇതൊന്നും ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുക? അല്ലെങ്കിൽ എന്തൊക്കെ ഒരു ഈ രോഗം വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ലങ് ക്യാൻസർ മോസ്റ്റ്ലി നെഞ്ചുവേദന, ശ്വാസം വിടുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, അല്ലെങ്കിൽ നെഞ്ചിലൊരു സൈഡിലോട്ടുള്ള വേദന, അല്ലെങ്കിൽ നിൽക്കാതെയുള്ള ചുമയിൽ രക്തം വരിക, അങ്ങനെയൊക്കെ ഉള്ള ഫാക്ടേഴ്സ്. പിന്നെ വിശപ്പില്ലായ്മ, ക്ഷീണം, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക, വെയിറ്റ് ലോസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ക്യാൻസർ സസ്പെക്ട് ചെയ്യേണ്ടത്. എസ്പെഷ്യലി സ്മോക്കറിൽ. അപ്പോൾ അങ്ങനെ ഒരു സ്മോക്കർ വന്ന് നമ്മളോട് അങ്ങനത്തെ സിംറ്റംസ് പറയുമ്പോൾ ഫസ്റ്റ് സ്പൂട്ടം ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഇപ്പം ഒരു സ്ക്രീനിങ് പ്രോഗ്രാമായിട്ട് തന്നെ വരുന്നുണ്ട്. ഒരു ചെസ്റ്റ് സ്കാൻ ചെയ്യുക എന്നത് ഒരു സ്ക്രീനിങ് അടിയിൽ വരുന്നുണ്ട് ഇപ്പോൾ. അല്ലെങ്കിൽ ഒരു സ്മോക്കർ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ഹിസ്റ്ററി തരുന്നുണ്ടെങ്കിൽ ഒരു ചെസ്റ്റിൻ്റെ ഒരു CT സ്കാൻ ചെയ്യുക എന്നത് സ്ക്രീനിങ് പ്രോസസ്സിൽ വന്നിരിക്കുക, അതിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ ഒരു പഠനം തെളിയിക്കുന്നതാണ് കേട്ടോ, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല.
ഓരോ 8 മിനിറ്റിലും ഒരു പിന്നെ ബ്രസ്റ്റ് പെൺകുട്ടി സ്ത്രീകളിൽ സ്തനാർബുദം അല്ലെങ്കിൽ പിന്നെ മറ്റ് ക്യാൻസറുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പണ്ട് ഏറ്റവും കൂടുതൽ സെർവിക്കൽ ക്യാൻസർ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ മേലെ വന്നുകൊണ്ടിരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ലോകത്തിലുള്ള സ്റ്റഡീസ് പറഞ്ഞിരിക്കുന്നത് പോലെ ഒന്നിൽ 8 സ്ത്രീകളിൽ വരാം എന്നുള്ളതാണ്. അതിൽ മേ ബി ലെസ് ദാൻ 5 അല്ലെങ്കിൽ 5% ഉണ്ടാവുള്ളൂ ഹെറിഡിറ്ററി. ബാക്കി എല്ലാത്തിൻ്റെയും കാരണം നമുക്കറിയില്ല. ബോഡിയിൽ ഉണ്ടാകുന്ന എന്തോ ജെനറ്റിക് ഓൾട്രേഷൻസ് വഴി ഉണ്ടാകുന്ന ക്യാൻസർ. അപ്പം അത് ഇൻസിഡൻസ് എന്തുകൊണ്ട് കൂടുതലാവുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി മേ ബി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ലൈക്ക് മോർ ഈസ്ട്രജൻ എക്സ്പോഷർ മേ ബി അതായിരിക്കാം. പണ്ടത്തെ പോലെ ലൈക്ക് നേരത്തെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കുട്ടികളുണ്ടാകുക അങ്ങനെയല്ല. ഇപ്പോൾ ലേറ്റ് മാരേജ്, മിക്കവാറും സ്ത്രീകൾക്ക് കുട്ടികളില്ല. അപ്പം മോർ ഈസ്ട്രജൻ എക്സ്പോഷർ മേ ബി അതുകൊണ്ടായിരിക്കാം എന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഓരോ ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്, ആൽക്കഹോളിസം ഇതെല്ലാം ബ്രസ്റ്റ് ക്യാൻസറിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും പിന്നെ വാർത്തകളിൽ പലപ്പോഴും പുറത്തുവിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന നാപ്കിൻ്റെ പ്ലാസ്റ്റിക്കിൽ നാപ്കിൻ നിർമ്മാതാക്കൾ നാപ്കിൻ കോട്ടിങ്ങിന് വേണ്ടി പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ അതിനകത്ത് പെർഫ്യൂം, പലതരത്തിലുള്ള ദുർഗന്ധം മാറാനായിട്ടുള്ള പെർഫ്യൂമൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. സെർവിക്കൽ ക്യാൻസറൊക്കെ വരാറുണ്ട് എന്ന് പറയാറുണ്ട്. അതെ, അതുണ്ട്. ബട്ട് അത് എത്രത്തോളം പ്രൂവൺ ആണെന്ന് എനിക്കറിയില്ല. ഇതെല്ലാം ലൈക്ക് ഓരോരോ ഇൻഡിവിജ്വൽ സെന്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ, ഒരു ഇൻഡിവിജ്വൽ നടത്തിയ സ്റ്റഡി വഴിയുള്ള ഇതാണ്. അത് നമുക്ക് ലൈക്ക് ഓത്തന്റിക് ആയിട്ട് നമുക്ക് അത് കാരണം എന്ന് നമ്മൾ പറയാൻ ബ്രസ്റ്റ് ക്യാൻസർ, ഈസ്ട്രജൻ എക്സ്പോഷർ അല്ലെങ്കിൽ ലങ് ക്യാൻസർ, സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ സെർവിക്കൽ ക്യാൻസർ ഇതൊരു കാരണം എന്ന് പറയാൻ പറ്റില്ല. ബേസിക്കലി നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് സെർവിക്കൽ ക്യാൻസർ മെയിനായിട്ട് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നൊരു വൈറസിന്റെ ഇൻഫെക്ഷൻ കൊണ്ടാണെന്നും അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണെന്നും അതിൽ അങ്ങനെ ഒരു അവയർനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ലൈക്ക് ഇൻസിഡൻസ് കുറച്ച് കൊണ്ടുവരാന്നുള്ള അതാണ് ബേസിക്കലി ഹൈജീൻ അതാണ് ബേസിക്കലി വേണ്ടത്. അപ്പം അതിൽ മേ ബി ഇതൊരു കോൺട്രിബ്യൂട്ടറി ഫാക്ടർ ആകാം. അതല്ലാതെ ഇത് കാരണം 100% അത് വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി പ്ലസ് ഓർ മൈനസ് ലൈക്ക് ഇതൊരു കോൺട്രിബ്യൂട്ടറി ഫാക്ടർ ആകുന്നുണ്ടാകാം എന്ന് പറയാനേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. പലപ്പോഴും ഈ സ്ത്രീകളിൽ പുകവലിയില്ല, മദ്യപാനം ഒന്നുമില്ല, ഒരു പിന്നെ ഹാബിറ്റും ഇല്ലാത്ത കുട്ടികളിൽ പോലും പലപ്പോഴും ഇത്തരം ക്യാൻസറുകൾ ഇപ്പം ഓറലായിട്ട് തന്നെ നമുക്ക് വായ്ക്കുള്ളിലൊക്കെ ചില ക്യാൻസറുകളൊക്കെ ഉണ്ടാകാറുണ്ട്. പുകവലിയിലൊക്കെ ശീലമുള്ളവർ കാണുന്ന പോലെ അതെങ്ങനെയാണ് വരാൻ ചാൻസ് ഉള്ളത്? ഓറൽ ക്യാൻസർ ലൈക്ക് ഓറൽ ആക്ച്വലി ബേസിക്കലി ഓറൽ ക്യാവിറ്റി ക്യാൻസർ വായിക്കകത്ത് വരുന്ന വായിലെ മ്യൂക്കസ് മെംബ്രെയിനിൽ വരുന്ന ക്യാൻസേഴ്സ് യൂഷ്വലി സ്മോക്കിംഗ് അല്ലെങ്കിൽ ഈ മുറുക്കുന്നത് ഇലയടക്ക അതെല്ലാം ചവയ്ക്കുന്നത് കൊണ്ടും ഗുഡ്ക അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ബേസിക്കലി. പക്ഷെ അത് ഉപയോഗിക്കാത്ത ആൾക്കാർക്കും വരാം. അതിന്റെ കാരണം നമുക്കറിയില്ല. മേ ബി ഇൻസൈഡ് നമ്മുടെ ഒരു മ്യൂട്ടേഷൻ നമ്മുടെ ജീനിൽ വന്നിരിക്കുന്ന DNA വന്നൊരു മ്യൂട്ടേഷൻ കൊണ്ടാകാം. അതിന്റെ ബേസിക് റീസൺസ് എന്തെന്ന് വെച്ചാൽ ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ക്യാൻസേഴ്സ് നമുക്ക് അങ്ങനെ ഒരു റീസൺ സ്പെസിഫിക്കലി പറയാൻ പറ്റില്ല. സം മ്യൂട്ടേഷൻസ് അല്ലാതെ ഹാബിറ്റ്സ് തീർച്ചയായിട്ടും അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സ്മോക്കിംഗ് ആയാലും ഗുഡ്ക, ച്യൂയിങ് അങ്ങനെ അതൊക്കെ ആയാലും അത് വായിൽ മാത്രമല്ല നമ്മുടെ എയറോ ഡൈജസ്റ്റീവ് ട്രാക്ട് അതിനുള്ള ക്യാൻസർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഒരു ഫീൽഡ് കാർസിനോജൻസിസ് ഉണ്ടാക്കിയിട്ട്. ബട്ട് ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്കും വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലൈക്ക് മൾട്ടിപ്പിൾ റീസൺസ് പറയാം. അതുകൊണ്ടാകാം ഇതുകൊണ്ടാകാം എന്ന് പറയുന്നത് മേ ബി ഒരു ജെനറ്റിക് ഓൾട്രേഷൻസ് വരുന്നതുകൊണ്ടാകാം. ലൈക്ക് നമ്മുടെ സെൽസ് DNA റിപ്പയർ നടക്കുന്നില്ല. അത് ലൈക്ക് ഒത്തിരി മൾട്ടിപ്ലിക്കേഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അൺകൺട്രോൾഡ് മൾട്ടിപ്ലിക്കേഷൻ നടന്നുകൊണ്ട് അതിന്റെ ഫലമായിട്ട് അവർ കാർസിനോജനിക് ക്യാൻസറസ് സെൽസ് ആവുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ട്യൂമേഴ്സ് വരുന്നു എന്ന് പറയാനേ പറ്റുള്ളൂ. മേഡം പുതിയ ഒരു ടെസ്റ്റിംഗ് ചെയ്ത് DNA ടെസ്റ്റ് നടത്തിയാൽ ക്യാൻസർ വിദൂരമായിട്ടെങ്കിലും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ കണ്ടെത്താമെന്ന് പറയുന്നത് ശരിയുണ്ടോ? ഇതെല്ലാം ട്രയൽ ബേസിസ് ആണ്. ഇതൊന്നും പ്രൂവൺ അല്ല. എപ്പോൾ ഒരു മ്യൂട്ടേഷൻ വരും, എപ്പോഴും മ്യൂട്ടേഷൻ വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മോസ്റ്റ് ഓഫ് ദ ക്യാൻസേഴ്സ് എല്ലാം സ്പൊറാഡിക് ക്യാൻസേഴ്സ്. സ്പൊറാഡിക് ಅಂದ್ರೆ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴോ വരുന്ന ഒരു സ്പൊറാഡിക് ക്യാൻസേഴ്സ് ആണ് കൂടുതൽ ഹെറിഡിറ്ററി ക്യാൻസേഴ്സിനെക്കാളും. അപ്പോൾ അത് എപ്പോഴും നമുക്ക് അത് എപ്പോൾ വന്ന് ചേരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇടയ്ക്കേന എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ട് ഒരു സഡനായിട്ടൊരു സെല്ല് അങ്ങനെ ആയി അതിലൊരു പ്രോസസ്സിലോട്ട് പെട്ടുപോയാൽ അങ്ങനെ ആവുന്നു. അതല്ലാതെ ഏറ്റവും വലിയ ദൗർഭാഗ്യമായിട്ട് കണ്ടിട്ടുള്ളത് ഈ പലപ്പോഴും ഗ്യാസ്ട്രിക് ആയിട്ട് ഉള്ള അസുഖങ്ങളാണ് എന്ന് ധരിച്ച്. ഇപ്പോൾ എനിക്ക് ഗ്യാസ് ട്രബിളാണ്, എപ്പോഴും വയറിനകത്ത് വേദന അതൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതിനുവേണ്ടി ചികിത്സിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇനി ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ പലതരത്തിലുള്ള റിസർച്ചിന് ശേഷവും ഈ മരുന്നുകൾ കൊടുത്ത് എൻഡ് ഓഫ് ദ ഡേ അത് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ക്യാൻസർ ടെസ്റ്റിൽ തിരിച്ചറിയപ്പെടുന്ന ക്യാൻസറാണ്. അന്നേരത്തേക്ക് ഈ പേഷ്യൻ്റ് 3rd or 4th സെക്ഷനിലേക്ക് അവരുടെ ഏരിയയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു
പിന്നെ അല്ലേ ഒരിക്കലും നമുക്ക് എല്ലാ ക്യാൻസേഴ്സും അങ്ങനെ അതെ ചില ഓരോരുത്തർ പ്രസന്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ചിലർ വിചാരിക്കും ലൈക്ക് നമ്മുടെ ആമാശയത്തിലോ അല്ലെങ്കിൽ അന്നനാളത്തിലോ അങ്ങനെ ഒരു ക്യാൻസർ വരുമ്പോൾ ഓക്കെ ഗ്യാസ്ട്രിക് അല്ലെ പലപ്പോഴും നമ്മൾ വിചാരിക്കും GERD എന്ന് നമ്മൾ പറയും ഓക്കെ ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് വിചാരിച്ച് അതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് മോസ്റ്റ്ലി ഇങ്ങനത്തെ ഒരു റിഫ്ലക്സ് ഡിസീസ് GERD എന്നൊരു ഡിസീസ് കാരണം താഴെ നമ്മുടെ ഈ അന്നനാളത്തിൻ്റെ താഴ്ഭാഗത്ത് അവിടെയുള്ള മ്യൂക്കോസിൽ ചേഞ്ചസ് വന്നതിന് ശേഷം പിന്നീട് അത് പിന്നീട് അത് ക്യാൻസറായി മാറാനുള്ള ചാൻസസ് ഒത്തിരി ഉണ്ട്. അത് കാരണം അതെല്ലാം നമ്മുടെ റെഗുലറായിട്ട് ഫോളോ അപ്പിൽ ഇരിക്കുക എന്നല്ലാതെ മറ്റേ നമ്മുടെ ശീലങ്ങൾ കുറച്ച് മാറ്റുക, സ്പൈസി ഫുഡ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോസസ് ഫുഡ് കുറയ്ക്കുക, സ്മോക്ഡ് ഫിഷ് അങ്ങനത്തെ ഇതൊക്കെ കുറയ്ക്കുക, അങ്ങനത്തെ ഇത് ചെയ്യുക എന്നല്ലാതെ ശരിക്കും അതിന് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു പ്രതിവിധി ഇല്ലെന്നാണ് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ. നമ്മുടെ ഇന്ത്യയിൽ ആക്ച്വലി ഒരു സ്ക്രീനിങ് അതിന് വേണ്ടിയിട്ടൊരു സ്ക്രീനിങ് പ്രോഗ്രാം നമുക്ക് വെക്കുക. അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ബേസിക്കലി ഉള്ളത് ലൈക്ക് കൂടുതൽ സ്ത്രീകൾ വരുന്നത് സർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, ആണുങ്ങളിൽ കാണുന്നത് കൊളോറക്ടൽ ക്യാൻസർ അല്ലെങ്കിൽ ലങ് ക്യാൻസർ അങ്ങനെയൊക്കെ. അപ്പം ഏത് ക്യാൻസറാണ് കൂടുതൽ നമ്മുടെ നാട്ടിൽ പ്രിവലൻ്റ് ആയിട്ടുള്ളത് ആ ക്യാൻസർ കണ്ടുപിടിക്കാൻ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വെക്കുക. അതാണ്. അല്ലാതെ ചുമ്മാ എല്ലാവർക്കും നമുക്ക് ഓരോ സ്ക്രീനിങ് ടെസ്റ്റ് കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഇതുകൊണ്ട് വെച്ച് അത് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മീൻസ് അതെല്ലാം ഒരു സമൂഹത്തിൽ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾക്ക് അങ്ങനെ ഒരു സിംറ്റം വന്നു വെച്ചിട്ട് ആ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ജെൻഡറിൽ വരുന്ന ഒരാൾക്ക് അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്ക്രീനിങ് അതൊരു എഫക്റ്റീവ് ആവില്ല. അതുകൊണ്ട് ഇപ്പം ലൈക്കന ഈ ഒരു 35 ഇയേഴ്സിന് മേലെ കല്യാണം കഴിച്ച ലേഡീസിന് സെർവിക്കൽ ക്യാൻസർ വരുന്നുണ്ട് എന്ന് നമ്മൾ മൾട്ടിപ്പിൾ പഠനത്തിൽ നിന്നും നമ്മുടെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉള്ള ലേഡീസിനെ വെച്ച് നമ്മൾ ക്യാമ്പ് നടത്തുക, അവർക്ക് അവയർനെസ് കൊടുക്കുക, പാപ്സ്മിയർ എടുത്ത് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരോന്നും ചെയ്തത് കാരണമാണ് സെർവിക്കൽ ക്യാൻസറിന്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞ് സെർവിക്കൽ ക്യാൻസർ കൺട്രോളിൽ വന്നത്. അതുപോലെ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ക്ലിനിക്കൽ ബ്രസ്റ്റ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്. ഈ പെൺകുട്ടികൾ ഇപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളിൽ പലപ്പോഴും ഇവർക്ക് അറിയത്തില്ല ഈ ഒരു രംഗത്തുള്ള ഒരു അജ്ഞത. അതായത് ബ്രസ്റ്റ് ക്യാൻസർ മുൻകൂട്ടി കണ്ടെത്താം അല്ലേ, അതിന് ടെസ്റ്റുകളുണ്ടല്ലോ, സ്വയം അവർക്കത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടില്ല. ബേസിക്കലി നമ്മുടെ ലൈക്ക് വേൾഡിൽ അല്ലെ നമ്മുടെ ഓരോ ഗൈഡ് ലൈൻസ് പ്രകാരം അല്ലെങ്കിൽ WHO എല്ലാതെ പ്രകാരം നമ്മളൊരു ലേഡിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നൊരു ഇതിനൊരു സ്ക്രീനിങ് ടൂൾ മാമോഗ്രാം അത് ചെയ്യേണ്ടത് യൂഷ്വലി ഓരോ കൺട്രീസ് വൈസ് വേരി ചെയ്യുന്നുണ്ട് ഏജ്. ബട്ട് യൂഷ്വലി 40 to 45 ഇയേഴ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് മാമോഗ്രാം ചെയ്യുക ഇയർലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ മാമോഗ്രാം ചെയ്ത് നോക്കുക. 40 to 45 ഇയേഴ്സിന് മേലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ താഴെയുള്ളവർക്ക് പറഞ്ഞിട്ടില്ല. യൂഷ്വലി നമ്മുടെ ഇന്ത്യയിലൊക്കെ 45 എന്നൊരു ഏജാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ബട്ട് നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് കാണുന്നുണ്ട് 30ക്ക് താഴെയും 30s ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു അവയർനെസ് വരാൻ വേണ്ടിയിട്ടാണ് എല്ലാ മാസവും എല്ലാപ്പോഴും നിങ്ങളുടെ പീരീഡ്സ് കഴിഞ്ഞ ശേഷം ഒരാഴ്ച കഴിഞ്ഞ ശേഷം സ്വയം ബ്രസ്റ്റ് എങ്ങനെ പരിശോധിച്ചു നമ്മുടെ ശരീരം നമ്മൾ മനസ്സിലാക്കുക ബേസിക്കലി. അപ്പം നമ്മുടെ ശരീരത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അതിൻ്റെതായ സ്കാനും ബാക്കിയെല്ലാം ചെയ്യുക. അങ്ങനെ ചെയ്താൽ നമുക്കത് ഏർലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അവയർനെസ് ആൾക്കാർ നമ്മൾ കൊടുക്കുക ബേസിക്കലി. എങ്ങനെ ക്ലിനിക്കൽ ടെസ്റ്റ് ചെയ്യണമെന്നും അത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നും എന്നാൽ എപ്പോൾ ചെയ്താലും അത് എഫക്റ്റീവായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് വരുന്ന സമയത്ത് അവർ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ബാക്കി ടെസ്റ്റ് ചെയ്യുക. അതല്ലാതെ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ബേസിക്കലി ചെറിയ യങ് ലേഡീസിന് മാമോഗ്രാം പോലത്തെ നമ്മൾ എക്സ്ട്രാ എക്സ്പോഷർ അതുകൊണ്ട് ചെയ്യാറില്ല. അവർക്ക് അതിനുവേണ്ടി നമ്മൾ MRI അങ്ങനത്തെ ചെയ്യേണ്ടി വരും. അവരുടെ ബ്രസ്റ്റിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഡിഫറെൻ്റ് ആണ്, ഡെൻസ് ബ്രസ്റ്റ് ടിഷ്യൂ ആയിരിക്കും. അപ്പോൾ അവർക്ക് മാമോഗ്രാം അത്ര എഫക്റ്റീവായിട്ട് ഡിറ്റക്ട് ചെയ്തൊന്നും വരില്ല. അപ്പോൾ അങ്ങനെയുള്ള യങ് ലേഡീസിന് നമ്മൾ ബേസിക്കലി MRI ചെയ്യണമെന്ന് MRI ചെയ്യാനുള്ള ചിലവ് സമയം ഇതെല്ലാം അതൊന്നും അഫോർഡബിൾ അല്ല. അതുകൊണ്ട് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. അപ്പം അത് കാരണം ആ ഒരു ഏജ് ഗ്രൂപ്പ് 45ക്ക് മേലെന്ന് വെച്ചിരിക്കുന്നത് ഒരു എക്സ്റേ ചെയ്യുക, അത് വെച്ച് മനസ്സിലാക്കുക. അന്നേരത്ത് ആ ബ്രസ്റ്റിൻ്റെ ആ ബ്രസ്റ്റ് ടിഷ്യൂൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി വെച്ച് മനസ്സിലാക്കാനും എളുപ്പമാണ്. ബട്ട് ചെറുപ്പക്കാർക്കും വരാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലിനിക്കലി എങ്ങനെ സ്വയം പരിശോധിച്ച് എങ്ങനെ മനസ്സിലാക്കുക, ബോഡിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചെറിയ ചെറിയ തടുപ്പുകൾ, മുഴകൾ ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ ഓൾറെഡി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ബേസിക്കലി അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഫാമിലിയിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 40 ഇയേഴ്സിന് താഴെ ഓൾറെഡി ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഫാമിലിയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ലേഡീസ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കാരണം അവർക്ക് ജനറൽ പോപ്പുലേഷനേക്കാളും കുറച്ചും കൂടെ റിസ്ക് കൂടുതലാണ്. അപ്പം അത് കാരണം കുറച്ചും കൂടെ അവർ സ്വന്തം ലൈക്കിന സ്വയം എങ്ങനെ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാനും സംശയം തുടങ്ങിയ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെതായ ബാക്കി ടെസ്റ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ്. ഇപ്പം നമുക്ക് നേരത്തേക്ക് ഈ പറയുന്ന പോലെ ഒരു സ്തനാർബുദം വരികയാണെങ്കിൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക അല്ലാതെ മാർഗ്ഗമില്ല എന്ന് പറയാറുണ്ട്.
അത് സ്ത്രീകളെ സംബന്ധിച്ചിട്ടൊരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പം ഈ റീസെൻ്റായിട്ടൊരു പരസ്യം കണ്ടു, നമ്മളുടെ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാകാതെ തന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെയുണ്ടോ? അങ്ങനെ സ്റ്റഡീസ് ആക്ച്വലി വരുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഏത് ഗൈഡ് ലൈൻസ് നോക്കിയാലും ലൈക്ക് സർജറി ക്യാൻ ബി അവോയ്ഡഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇതിൽ ശരിക്കും വന്നിട്ടില്ല. ലൈക്ക് ഓരോ സ്റ്റഡീസിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നതല്ലാതെ സർജറി ഈസ് സ്റ്റിൽ ആൻ ഓപ്ഷൻ. മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ സർജറി ഈസ് സ്റ്റിൽ ആൻ ഓപ്ഷൻ. അല്ലാതെ സർജറി ഒഴിവാക്കിയിട്ടില്ല. സർജറി ചെയ്യുന്ന വിധത്തിലാണ് മാറ്റം വന്നിരിക്കുന്നത്. ഏർലി നമ്മൾ പൂർണ്ണമായിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ബ്രസ്റ്റ് കൺസേർവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ലേഡീസിന് മുഴ മാത്രം ലൈക്ക് എവിടെ ഉണ്ടായിരുന്നു ട്യൂമർ, ആ ട്യൂമറുള്ള ഏരിയയിലും മറ്റേ ആംബിറ്റ് ലൈക്ക് ആക്സില അവിടെയുള്ള ട്യൂമർ മാത്രം റിമൂവ് ചെയ്ത് പ്രോപ്പർലി സ്റ്റേജ് ചെയ്ത് ബാക്കി ട്രീറ്റ്മെന്റ് കൊടുക്കുക. അങ്ങനത്തെ ഒരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പം സർജറി ഇതുവരെ ഇല്ല എന്നൊരു ഓപ്ഷൻ ഇതുവരെ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടില്ല. പിന്നെ ഉള്ളത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് അഥവാ ബ്രസ്റ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ പാർട്ട്ലി ട്യൂമർ മാത്രം റിമൂവ് ചെയ്യണമെങ്കിൽ ആ ബ്രസ്റ്റിനെ എങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യാം, ലൈക്ക് ടിഷ്യൂസ് പലയിടത്തുനിന്ന് മാറ്റി വെച്ച് എങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യാമെന്നും. അതല്ല പൂർണ്ണമായിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ സെയിം ആയിട്ട് ലൈക്ക് ടിഷ്യൂസ് വേറെ വെച്ച് റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് അങ്ങനത്തെ സാധനം വെച്ചിട്ട് കോസ്മെറ്റിക്കലി ആ ഒരു ബെറ്റർ അപ്പിയറൻസ് കൊടുക്കുക എന്നുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതല്ലാതെ സർജറി ഇതുവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. മെറ്റാസ്റ്റാറ്റിക് ബ്രസ്റ്റ് ക്യാൻസർ, സ്റ്റേജ് 4 ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ സർജറി ഓപ്ഷൻ അല്ല. അത് ഡിപ്പെൻഡ് ചെയ്യും. അതെങ്ങനെയാണ് ആൾ പ്രസന്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മൾ സർജറി അന്നേരത്തെ ഡിസൈഡ് ചെയ്യുന്നത്. അതർവൈസ് സ്റ്റേജ് 4 ബ്രസ്റ്റ് ക്യാൻസറിന് സർജറി ഇല്ല, മറ്റേ ബ്രസ്റ്റ് റിമൂവൽ സർജറി ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു വൈദേഹിയിലെ ഏറ്റവും തിരക്കുള്ള ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ്. ഒരുപാട് ക്രൂഷ്യലായ സിറ്റുവേഷനെയൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു രോഗിയെ നമ്മൾ സർജിക്കൽ ടേബിളിലേക്ക് എത്തുമ്പം നമുക്ക് പലപ്പോഴും ഇപ്പം മേഡം തന്നെ പലപ്പോഴും നമുക്ക് വീഡിയോ കാണാം ചെയ്തിട്ടുള്ള ഈ പറയുന്ന സ്പെസിമെൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്ക് കാണാം. ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള സർജിക്കൽ ഏരിയ ഏതാണ്? ഇപ്പം നമുക്ക് ആ രോഗിയെ രക്ഷപ്പെടുത്താൻ ഏറ്റവും നമുക്ക് കൂടുതൽ ശ്രമിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ്? അത് ഓരോ എവിടെയാണ് ക്യാൻസർ അത് ആശ്രയിച്ചിരിക്കും. ശരീരത്തിൽ ഏത് ഭാഗത്താണ് ക്യാൻസർ വന്നിരിക്കുന്നത്, അവർ ഏത് സ്റ്റേജിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അത് ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഒരു ബ്രസ്റ്റിൽ ഒരു സ്റ്റേജ് 3 ആയിട്ട് ഒരു പേഷ്യന്റ് പ്രസന്റ് ചെയ്താൽ അതിന്റെ സർജിക്കൽ എക്സ്പീരിയൻസ് അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യുന്നത് അത്ര വലിയ കാര്യമല്ല. അതേസമയം അതേപോലെ ഹെഡ് ആൻഡ് നെക്ക് വായിക്കകത്തൊരു വന്നിട്ട് ഈവൻ വായിക്കകത്തുള്ള ക്യാൻസർ സ്റ്റേജ് 4 നമ്മൾ പറയും ലിമിറ്റഡ് ടു ഈ ഏരിയ മാത്രം. ലങ്ങിലോട്ടൊക്കെ പോയാൽ അഗൈൻ സ്റ്റേജ് 4 അത് ഡിവിഷനാണ്. സ്റ്റേജ് 4 വേറെ ഡിവിഷൻ. ബട്ട് ഈ സ്കിന്നിലെല്ലാം ഇൻവോൾവ് ചെയ്താൽ അതും സ്റ്റേജ് 4 ആണ്. ബേസ് ഓഫ് സ്കൾ ബേസ് നമ്മൾ പറയും. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ റിമൂവൽ അല്ലെങ്കിൽ വയറിനകത്ത് അല്ലെങ്കിൽ ഇത് പാങ്ക്രിയാറ്റിക് സർജറി അങ്ങനത്തേക്കുള്ള സർജറീസ് ആക്ച്വലി ചലഞ്ചിങ് ഓപ്പറേഷൻസ് ആണ്. അതല്ലാതെ അതാ ഞാൻ പറഞ്ഞത് ഏത് ഭാഗത്തുള്ള ക്യാൻസർ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് സ്റ്റേജ് ഓഫ് പ്രസന്റേഷനും മറ്റേ ഏത് സൈറ്റ് അതനുസരിച്ചിരിക്കും നമ്മുടെ സർജിക്കൽ ഡിഫിക്കൽട്ടീസ് ചലഞ്ചസ് എല്ലാം. ഇപ്പോൾ വൈദേഹിയെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറേയധികം സോഷ്യൽ സൈഡിലെ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു ഹോസ്പിറ്റൽ കൂടിയാണ്. ഇപ്പോൾ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടാണോ അവിടുത്തെ ഈ സർജറി ഒക്കെ വരുന്നത്? വൈദേഹി ഹോസ്പിറ്റൽ ഒരു മെഡിക്കൽ കോളേജാണ്. ബേസിക്കലി ചാരിറ്റി ബേസ്ഡ് ഹോസ്പിറ്റൽ സെക്ഷൻ ഒരു ചാരിറ്റി ബേസ്ഡ് ഹോസ്പിറ്റലാണ്. എല്ലാ സ്കീം ബേസ്ഡ് ഉള്ള കേസസ് എല്ലാം ചെയ്യുന്നുണ്ട്. കർണാടക സ്കീം, ആന്ധ്ര സ്കീം, അങ്ങനെ എല്ലാ സ്കീം ബേസ്ഡ് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ചീഫ് മിനിസ്റ്റർ ഫണ്ട് ആൻഡ് പ്രൈം മിനിസ്റ്റർ ഫണ്ട് അറേഞ്ച് ചെയ്തെടുത്തും പിന്നെ ഇന്ത്യൻ ക്യാൻസർ സൊസൈറ്റി ഫണ്ട്, കുട്ടികൾക്കാണെങ്കിലും മക്കള ഫണ്ട്, അങ്ങനെ ഓരോരോ ഫണ്ട് അറേഞ്ച് ചെയ്ത് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വൈദേഹി ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വെച്ച് നോക്കുമ്പോൾ വൈദേഹിയിലെ ചാർജസ് ഡെഫിനറ്റ്ലി കുറവാണ്. ഈവൻ ഫോർ റോബോട്ടിക് സർജറി എല്ലാം വൈദേഹിയിലുണ്ട്. അതിൻ്റെ എല്ലാം ചാർജസ് വളരെ കുറവാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ വെച്ച് നോക്കുമ്പോൾ. എന്തായാലും കേരളത്തിലേക്ക് നമ്മൾ ഇപ്പം മലയാളിയാണ്, കേരളത്തിലെ ഇപ്പോഴത്തെ ഈ ഒരു സിനാരിയോ കണ്ടിട്ട് എന്താണ് നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ ഓഡിയൻസിനോട്? കേരളത്തിലെ വ്യൂവേഴ്സിനോട് ബേസിക്കലി കേരളത്തിൽ ഇപ്പോൾ സെർവിക്കൽ ക്യാൻസറിൻ്റെ എണ്ണം കുറഞ്ഞിട്ട് ലേഡീസിനാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നമുക്ക് തന്നെ അണ്ടർസ്റ്റാൻഡ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിനെ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ശരീരത്തിലൊരു മാറ്റം വരുമ്പോൾ അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ടതായ ചികിത്സകൾ സ്വീകരിക്കുക, അതായിരിക്കും. അതല്ലാതെ എൻ്റെ ഫാമിലി, എൻ്റെ കുട്ടികളുടെ പഠിത്തം, അങ്ങനെ ഹെൽത്ത് മാറ്റി വെക്കാതെ, ഹെൽത്ത് ഇഷ്യൂസ് ഇങ്ങനെ മാറ്റി ഒഴിവ് കണ്ടുപിടിച്ച് മാറ്റി വെക്കാതെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടാകുമ്പോൾ അത് ഉടനെ നമ്മളൊരു കൺസൾട്ട് ചെയ്ത് ആ ഒരു ടൈമിൽ നമ്മൾ കൺസൾട്ട് ചെയ്ത് ഒരാളെ കണ്ട് അത് മനസ്സിലാക്കിയാൽ മേ ബി നമുക്കത് ക്യൂർ ചെയ്ത് വരാൻ പറ്റുമായിരിക്കാം. അതിൽ ഒത്തിരി അഡ്വാൻസസ് വന്നിട്ടുണ്ട്. നമ്മൾ ഓർക്കുക ഈ ഒരു കാര്യം, പ്രത്യേകിച്ച് ക്യാൻസറിന്റെ കാര്യത്തിൽ. ഫാമിലിയെ കുറിച്ച് പറഞ്ഞാൽ ഓക്കെ, ഹസ്ബൻഡ് അഡ്വക്കേറ്റ് ബി രഞ്ജു ശങ്കർ, സുപ്രീം കോടതി ലോയറാണ്, ക്രിമിനൽ ലോയർ. ഒരു മകളുണ്ട്, MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫാമിലിയിൽ ഒരു അടുത്തൊരു ഡോക്ടറോട് വരുന്നു.
ഇനി ഇപ്പം അഡ്വക്കേറ്റ് രഞ്ജിത്ത് സംഘം സാറിനെ സംബന്ധിച്ചിട്ട് മലയാളിക്ക് അറിയാവുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു അഭിഭാഷകനാണ്. ബാംഗ്ലൂരിൽ കോർപ്പറേറ്റ് ലോയർ എന്നുള്ള നിലയിലും ക്രിമിനൽ ലോയർ എന്നുള്ള നിലയിലൊക്കെ വളരെ പ്രശസ്തനായ ഒരു അഭിഭാഷകനാണ്. ശരിക്കും നമ്മളുടെ ഈ ഒരു പിന്നെ മലനാട് ടി വി ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ NGO മീഡിയ എന്നുള്ളൊരു കോൺസെപ്റ്റ് നിൽക്കുന്നൊരു മാധ്യമമാണ്. ജീവകാരുണ്യം, പ്രകൃതി സംരക്ഷണം, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അങ്ങനെയൊക്കെയുള്ള ജോണറിലൂടെ കടന്നു പോകുന്നൊരു മാധ്യമമാണ്. ഇത്തരം അവയർനെസ്സാണ് മലനാട് ടി വി ചെയ്യുന്നത്. ഇപ്പം തന്നെ നമ്മൾ 140 മണ്ഡലങ്ങളിലൂടെ പോകുന്ന ഒരു കേരള നവോത്ഥാന യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. 140 കോൺസ്റ്റിറ്റ്യുവൻസിയിലെ കോളേജുകളിലൂടെ ആണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും അടുത്ത തലമുറ എന്ന് പറയുന്നത് കുട്ടികളാണല്ലോ. അപ്പോൾ അവർക്ക് നമുക്ക് ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടെസ്റ്റ് പ്രിഫർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുള്ളതായിരിക്കും? മാമോഗ്രാഫിയൊക്കെ കോസ്റ്റ്ലി അല്ലേ? അതിപ്പോൾ നമുക്ക് അത്തരം കുട്ടികൾക്ക് നമ്മൾ മാമോ ചെയ്യണ്ട. ബേസിക്കലി പെൺകുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഇരിക്കണ അവർക്ക് ആ ഒരു ഹൈജീനെ കുറിച്ച് അവർക്ക് അവയർനെസ് അവയർനെസ് ഇരിക്കണ. നമ്മുടെ ഇന്ത്യയിൽ കൂടുതലുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ ആണ് ഇപ്പോഴും ലേഡീസിൽ. അപ്പോൾ സെർവൈക്കൽ ക്യാൻസർ എങ്ങനെ ഉണ്ടാവുന്നു അതിന്റെ ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുക. സിമിലർലി ബ്രസ്റ്റ് ക്യാൻസർ അവർക്ക് എങ്ങനെ അത് ഒരു അവയർനെസ് കൊടുക്കുക. ബേസിക്കലി ഔട്ട് ചെയ്യാൻ കഴിയുന്നുള്ളതിനെ കുറിച്ച് അതെ, അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതെങ്ങനെ ഈവൻ അവർക്ക് മാത്രമല്ല ഫാമിലി മെമ്പേഴ്സിന് അങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ കുട്ടികളിലൂടെ മനസ്സിലാക്കി എടുക്കാം. അപ്പോൾ അതുപോലെ പറഞ്ഞു കൊടുക്കുക. നേരത്തെ കുറച്ച് ദിവസം മുന്നേ ഒരു ന്യൂസ് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടീനെ പട്ടി കടിക്കാൻ ഓടിച്ചു, ഒരു പെൺകുട്ടീനെ. എന്നിട്ട് കുട്ടി ബാഗും കുടയും മാറ്റി എറിഞ്ഞു, പട്ടി മാറിപ്പോയി. എന്നിട്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെയാണ് അത് മനസ്സിലായത്. സ്കൂളിൽ ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ തെരുവ് നായ്ക്കളെ ആക്രമിക്കാൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ അത് ചെയ്തു, ആ കുട്ടി രക്ഷപ്പെട്ടു. അതുപോലെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഹെൽത്ത് ഇഷ്യൂസ് എന്നും അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മേ ബി അവർ മാത്രമല്ല ഒരു ഫാമിലി മെമ്പേഴ്സ് അത് കൂടത്തിൽ ഒരു സമൂഹം കൂടെ രക്ഷപ്പെടുവാണ് അവിടെ. അതായിരിക്കാം മാഡം ഒരു സീനിയർ ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ തരുന്ന അവയർനെസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ക്യാമ്പിനേക്കാൾ കൂടുതൽ അവയർനെസ് ആണ് അല്ലേ? ഒരു രോഗം എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാമെന്നും ആ രോഗത്തിന് ഉണ്ടാകുന്ന ദുശീലങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാമെന്നും ചെറുതിലേ തന്നെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് മേഡം പറയുന്നത്. ശരിക്കും അതുകൂടാതെ വീട്ടിൽ അച്ഛൻ ബേസിക്കലി ആണെങ്കിൽ പുകവലിക്കുന്നുണ്ടാവും, കുടിക്കുന്നുണ്ടാകാം. പാസീവ് സ്മോക്കിങ്ങും പ്രശ്നമാണ്. അതുകൂടാതെ അവർ ഈ ചൂയിങ്, പാൻ ചൂയിങ് അതെല്ലാം ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ അതിനെക്കുറിച്ച് അവയർനെസ് കൊടുത്താൽ ഈ പാൻ ചൂയിങ് വഴി എന്തൊക്കെ ബേസിക്കലി കുട്ടികൾക്കല്ല അത് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരും എന്ന് പറഞ്ഞ് മനസ്സിൽ കൊടുത്താൽ മേ ബി അവർക്ക് ആ ഒരു ഹാബിറ്റ് വരില്ല. അവർ വലുതേ വരുമ്പോൾ വീട്ടിൽ പോയിട്ട് അവർക്ക് വീട്ടുകാരിലോ അച്ഛനെ അല്ലെങ്കിൽ അമ്മേനെ പറഞ്ഞ് ഉപദേശിക്കാം, നമുക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരാം ഭാവിയിൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അവയർനെസ് കൊടുത്താൽ മേ ബി. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കേരളത്തിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മളുടെ നാഷണൽ ലെവലിലും ഒരു ഫിനോമിന എന്ന് പറയുന്നത് അമിതമായിട്ട് വർദ്ധിച്ചു വരുന്ന ക്യാൻസറിൻ്റെ ഇൻഡെക്സിലുള്ള കൂട്ടമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ഭയക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. പക്ഷേ ഭയക്കേണ്ടതുണ്ടോ? ഒരു ക്യാൻസർ ആണെന്ന് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ മാനസികമായി ഒരു എങ്ങനെയാണ് അവരെ പ്രിപ്പയർ ചെയ്യേണ്ടത്? അതൊരു ഭയക്കേണ്ടതെന്ന് വെച്ചാൽ തീർച്ചയായും ആർക്കെങ്കിലും ഭയം വരും. ഭയക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ചികിത്സ രീതികളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും അസുഖം തന്നെയാണ്. പിന്നെ ഓരോ ക്യാൻസർ എന്നെ എപ്പോൾ അവർ പ്രസൻറ്റ് ചെയ്യുന്ന ക്യാൻസർ ഏത് ടൈപ്പ് ക്യാൻസറാണ് അതനുസരിച്ചാണ് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്. ലൈക്ക് ബ്രസ്റ്റ് ക്യാൻസറിന് പറയുമ്പോൾ ആയിരിക്കില്ല പാങ്ക്രിയാറ്റിക് ക്യാൻസറിന് വേണ്ടിയിട്ട്. അത് ഓരോന്നിനും ഇപ്പോൾ ഹെഡ് ആൻഡ് നെക്ക് ഇവിടെ വായിൻ്റെ അകത്ത് ഇപ്പോൾ പുകവലിച്ചത് കാരണം അല്ലെങ്കിൽ ഒരു പാൻ ചൂയിങ് കാരണം വായിക്കാത്തൊരു ക്യാൻസർ വന്ന് അയാൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അയാൾ തന്നെ അഡ്വാൻസ് സ്റ്റേജ് 3 വന്നാലും ആ ഭാഗം മാറ്റി നമുക്ക് വേറൊരു ടിഷ്യൂ അവിടെ വെച്ചെടുത്ത് അയാളെ നമുക്ക് രക്ഷിക്കാം. അയാൾ വീണ്ടും മേ ബി 5 to 10 years അയാൾ ആരാൻ വേണ്ടി ജീവിക്കും. പക്ഷേ അതുപോലെ നമുക്ക് ഓൾമോസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസറിന് നമുക്കൊരു ഗ്യാരണ്ടി കൊടുക്കാം. പക്ഷേ അത് പാങ്ക്രിയാറ്റിക് ക്യാൻസറിന് അല്ലെങ്കിൽ ബിലിയറി ട്രാക്ട് ക്യാൻസറിൽ അങ്ങനെ ഒരാൾ വന്നാൽ ആ ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചാൽ കൊടുക്കാൻ പറ്റില്ല. ഈവൻ ബേസിക്കലി ഹെപ്പറ്റോബിലിയറി ക്യാൻസേഴ്സിൻ്റെ എല്ലാം പ്രോഗ്നോസിസ് പുവർ ആണ്. അല്ല ബയോളജി ഒരു ഡിഫറെൻറ്റ് ബയോളജി പ്രോഗ്നോസിസ് പുവർ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഏത് ഏത് സൈറ്റിലാണ് ക്യാൻസർ വന്നിരിക്കുന്നത് അതനുസരിച്ചിരിക്കും ഒരാളുടെ ഒരു സർവൈവൽ, അവരുടെ ഒരു പ്രോഗ്നോസിസ്. അത് കാരണം നമുക്ക് ബേസിക്കലി ക്യാൻസർ വന്നു എന്ന് പറഞ്ഞ് ക്യാൻസർ എന്നിട്ട് ഇങ്ങനെ പേടിക്കേണ്ട. ഏത് സ്ഥലത്താണ് ക്യാൻസർ അതനുസരിച്ചിരിക്കും നമ്മുടെ ബോഡി നമുക്ക് എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് ക്യൂറായിട്ട് പുറത്തു വരാൻ പറ്റുന്നത് എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഇപ്പോൾ വായിക്കാത്തൊരു ക്യാൻസർ വന്ന് അഡ്വാൻസ് സ്റ്റേജ് ആണ്, നമ്മൾ സർജറി ചെയ്താൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷെ നമുക്ക് ലൈഫ് ഉണ്ട് അവിടെ, വീണ്ടും നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടാകാം. പക്ഷേ ഈവൻ ബ്രസ്റ്റിലും ലൈക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് അത്ര അഫക്റ്റഡ് ആവില്ല. ആളിന് ഒരു മാനസികമായിട്ടോ അല്ല ഒത്തിരി കുറച്ച് പ്രോബ്ലം ഉണ്ടാകും. പക്ഷേ
സർജറി ചെയ്തും മറ്റു പല ഇത് വെച്ച് നമുക്ക് ജനറൽ അപ്പിയറൻസ് നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. അത് കുറച്ച് നാളോട് ജീവിച്ചിരിക്കും. പക്ഷേ ഇതേ സെയിം ഒരു ഇത് അഷ്യൂരിറ്റി നമുക്ക് വേറെ ഹെപ്പറ്റോബിലിയറി ക്യാൻസറിനോ വേറെ ഒന്നിനും കൊടുക്കാൻ പറ്റില്ല. ഇനി ക്യാൻസർ പലതരമുണ്ട്. അത് ഏത് തരം ക്യാൻസറാണ്, എവിടെയാണ് ഇത് നമുക്ക് എഫക്റ്റ് ആയിരിക്കുന്നത്, ഏത് സമയത്താണ് ഇത് ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്, ഈ 3 കാര്യങ്ങളാണ്. വേറെ ഒന്ന് കൂടുതൽ വരുന്നത് ഒവേറിയൻ ക്യാൻസർ. യങ് ലേഡീസിൽ വരുന്ന ജേം സെൽ ക്യാൻസർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒവേറിയൻ എപ്പിത്തീലിയൽ ഒവേറിയൻ ക്യാൻസർ. അതും ആക്ച്വലി ഒരു 48 എബോവ് അല്ലെങ്കിൽ 50 എബോവ് ലേഡീസിലാണ് കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ നോക്കുമ്പോൾ 30-35 ഇയേഴ്സിലും കാണാം. അപ്പം ആ ഒരു സ്റ്റേജ് ഒവേറിയൻ ക്യാൻസർ ലൈക്ക് ആ ഒരു ബാഡ് പ്രോഗ്നോസിസ് ക്യാൻസർ ആണ്. റെക്കറൻസ് ചാൻസസ് കൂടുതലാണ്. യൂഷ്വലി ഡിറ്റക്ട് ചെയ്യുമ്പോൾ യൂഷ്വലി ലേഡീസ് 3rd സ്റ്റേജ് അല്ലെങ്കിൽ 4th സ്റ്റേജ് ആകും. സ്റ്റേജ് 1 and 2 എല്ലാം വളരെ കുറവാണ്. അപ്പം അങ്ങനെയുള്ള ക്യാൻസേഴ്സിനെ കുറിച്ചും കുറച്ച് അവയർനെസ്. അതും അതാണ് സിംറ്റംസ് എന്നാൽ പർട്ടിക്കുലർലി ഒരു സിംറ്റം ഇല്ല. ഇത് സെയിം ലൈക്ക് എല്ലാവരും ഗ്യാസ്ട്രിക് എന്ന് വിചാരിക്കും. ബ്ലോട്ടിംഗ് സെൻസേഷൻ, അബ്ഡമൻ ഡിസ്റ്റൻഷൻ, ലൈക്ക് എൻ്റെ വയറ് വേർക്കുന്ന, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന എനിക്ക് ബ്ലോട്ടിംഗ് സെൻസേഷൻ, അത് വെച്ചുകൊണ്ടിരിക്കും. സ്കാൻ ചെയ്യുമ്പോൾ കാര്യമായിട്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചൊന്നും വരില്ല. എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. കുറച്ച് വയറില്ല നല്ല ലൈക്ക് ഒന്നുകൂടെ വയറില്ല നീര് വെച്ച് വീർത്തിയ ശേഷമായിരിക്കാം ഒരു സ്കാനിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. CT സ്കാൻ അല്ലെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ടിൽ കണ്ടുപിടിക്കാം. പക്ഷേ യൂഷ്വലി കണ്ടുപിടിച്ചിടുമ്പോഴേക്കും കുറച്ചൊരു യൂഷ്വലി പ്രസന്റേഷൻ 3rd അല്ലെങ്കിൽ ഒരു 2nd അല്ലെങ്കിൽ 3rd സ്റ്റേജിലായി പോകും. ചിലർ 4th സ്റ്റേജ് വരെ എത്തിപ്പെടാറുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ ക്യാൻസറൊക്കെ ട്രീറ്റ്മെൻറ്റ് പലത് വരുന്നുണ്ട്. കീമോതെറാപ്പി കൊടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യുക, പിന്നെ ഹൈപ്പെക് എന്ന വലിയ പ്രൊസീജിയേഴ്സ് വേറെ ചെയ്യുക. എന്തൊക്കെ ചെയ്താലും അതിൻ്റെ എല്ലാം സർവൈവൽ ഇപ്പോഴും ഒരു നല്ലൊരു സർവൈവൽ റേറ്റിലോട്ട് വന്നിട്ടില്ല ഒവേറിയൻ ക്യാൻസർ. അതാണ് വേറൊരു മെയിൻ ക്യാൻസർ ലൈക്ക് ഇന്ത്യയിൽ കേരളത്തിലൊക്കെ ഉള്ളത്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ CT സ്കാനാണോ പ്രിഫർ ചെയ്യേണ്ടത്? അത് നമുക്ക് CT സ്കാനായാലും എക്സ്റേ എക്സ്പോഷറാണ്. അൺനെസസറി ഒരു എക്സ്പോഷർ നമ്മൾ കൊടുക്കാൻ പാടില്ല ബോഡിക്ക്. അത് എക്സ്റേ റേഡിയേഷൻസും ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകാം. അല്ലെങ്കിൽ ഒരു എക്സ്റേ ചെയ്തുകൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നതല്ല, UV റേഡിയേഷൻ പോലെ എക്സ്റേ ഒരു റേഡിയേഷനാണ്. അത് കാരണവും ക്യാൻസേഴ്സ് വരാം. അപ്പോൾ അത് കാരണം നമ്മൾ അൺനെസസറിലി ഒരു കുഴപ്പമുണ്ട് ഓടിപ്പോയി CT സ്കാൻ ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബേസിക്കലി ഇതേപോലെ എൻ്റെ ഒരു 45 ഇയേഴ്സിലും മേലുള്ള ഒരു ലേഡി ഇതേപോലെ ലൈക്ക് വയറ്റിനകത്ത് ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട്, വയറ് വീർപ്പ് വരുന്നു, അങ്ങനെ പല സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് അതിലൊരു ഡൗട്ട് ഒരാൾ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വെച്ച് താമസിപ്പിക്കാതെ ഒരു CT സ്കാൻ അല്ലെങ്കിൽ ഒരു MRI സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുക. ഒരു അൾട്രാസൗണ്ട് ചെയ്തിട്ട് ഡോക്ടർ പറയും വിളിക്കണോ അൾട്രാസൗണ്ടിൽ ഒരു കുഴപ്പമുണ്ട് പോയി CT സ്കാൻ ചെയ്താലോ, അല്ല എനിക്ക് ഓഫീസിൽ പോകണം കുട്ടിയുടെ കാര്യം നോക്കണമെന്നുണ്ട്, ആ CT സ്കാൻ മാറ്റി വയ്ക്കാതെ ഡോക്ടർ പറഞ്ഞ പോലെ CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ നെക്സ്റ്റ് എന്താ വേണ്ടത് അതനുസരിച്ച് ചെയ്തിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മേ ബി ഒരു 2nd സ്റ്റേജിൽ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് സർജറി ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള കീമോതെറാപ്പി ഏതാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ കീമോ ചെയ്ത് കഴിയുമ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നു, ക്ഷീണം വരുന്നു. അപ്പം നമുക്ക് ഈ കീമോ ഒഴിവാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് ഇല്ലേ? ഇല്ല, കീമോ പല ക്യാൻസറും നമ്മൾ പിടിച്ചു നിർത്തി കൺട്രോളിൽ കൊണ്ടുവന്നത് കീമോതെറാപ്പിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ആദ്യം ബ്രസ്റ്റ് ക്യാൻസർ, ബ്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. തുടക്കത്തിൽ ബ്രസ്റ്റിൻ്റെ സർജറി, വലിയ സർജറി മീൻസ് ഒരുപാട് ഭാഗങ്ങൾ റിമൂവ് ചെയ്തിട്ട് വീണ്ടും ക്യാൻസർ വന്നു. അതുകൊണ്ടാണല്ലോ പല പഠനങ്ങളും നടത്തിയിട്ട് കീമോ അങ്ങനത്തെ ഓരോരോ ഡ്രഗ്സ് വന്നത്. അങ്ങനെയുള്ള ഓരോ ഡ്രഗ്സ് വന്ന് പിന്നെ റേഡിയേഷൻ വന്ന് അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ക്യാൻസേഴ്സ് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. എന്തായാലും ഡെഫിനറ്റ്ലി കീമോയ്ക്കും റേഡിയേഷനും എല്ലാത്തിനും ക്യാൻസറിന് മേലെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ബട്ട് അതിൻ്റെതായ സൈഡ് എഫക്ട്സും ഉണ്ട്. ഇപ്പോൾ പിന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്നൊരു തെറാപ്പി ലൈക്ക് ഇമ്മ്യൂണോതെറാപ്പി എന്നൊരു പർട്ടിക്കുലർ ഒരു സെപ്പറേറ്റ് ഒരു വിങ് വരുന്നുണ്ട്. അത് വെച്ചിട്ട് കുറേ ക്യാൻസർ ക്യൂർ വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. എല്ലാ ഭാഗത്തെ ക്യാൻസറിനും പല സ്റ്റഡീസ് നടത്തി ഇമ്മ്യൂണോതെറാപ്പി ഇമ്മ്യൂണിറ്റി ബേസിസ് ചെയ്തുള്ള ഒരു തെറാപ്പി. അത് ഡ്രഗ്സ് ആണ്, നമ്മൾ വീണ്ടും കൊടുക്കുന്ന ഡ്രഗ്സ് നമ്മുടെ കീമോനെ പോലെ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഡ്രഗ്സ് അല്ല. ബട്ട് അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇങ്ങനെ ലൈക്ക് വീക്ക്നെസ്, ഫെറ്റീഗ്, നോസിയ, വോമിറ്റിംഗ് അങ്ങനെ പല സൈഡ് എഫക്ട്സ് അതിനും ഉണ്ട്. ബട്ട് അത് ആസ് എ ഹോൾ അത് ഒരു റെവല്യൂഷൻ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കീമോനെ വെച്ച് നോക്കുമ്പോൾ മീൻസ് പല ക്യാൻസർ സൈറ്റിലും അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എസ്പെഷ്യലി കൊളോറക്ടൽ ക്യാൻസർ, എസ്പെഷ്യലി റെക്ടൽ ക്യാൻസേഴ്സിന് സ്റ്റഡി നടത്തിയിട്ട് ഇമ്മ്യൂണോതെറാപ്പി മാത്രം കൊടുത്ത് കുറേ ഒരു സെറ്റ് ഓഫ് പേഷ്യൻസിനെ ക്യൂർ ചെയ്തിട്ട് അവരെ വാച്ച് ആൻഡ് വെയിറ്റ് അങ്ങനെ ലൈക്ക് അസുഖം തിരിച്ചു വരികയാണെങ്കിൽ മാത്രം ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ വെച്ചിട്ടുള്ള സ്റ്റഡീസ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതിലെല്ലാം നല്ല റിസൾട്ട്സ് വരുന്നുണ്ട്. അത് കാരണം ഇപ്പോൾ ഗൈഡ് ലൈൻസിലും അങ്ങനത്തെ ഇമ്മ്യൂണോതെറാപ്പി എസ്പെഷ്യലി റെക്ടൽ ക്യാൻസർ അങ്ങനത്തെ ക്യാൻസേഴ്സിന് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. കൊളോറക്ടൽ ക്യാൻസേഴ്സിനൊക്കെ ബാക്കി എല്ലാ ഭാഗത്തും ഇൻക്ലൂഡ് ആയിട്ടില്ല. ബട്ട് അങ്ങനെ സ്ലോലി ഇങ്ങനെ ഇമ്മ്യൂണോതെറാപ്പി വരുന്നുണ്ട്.
ലൈക്ക് മേ ബി അത് വെച്ചിട്ട് ഡ്രാസ്റ്റിക്കായിട്ടൊരു ഒരു ചേഞ്ചസ് വരാം എന്നുള്ള ഇതുണ്ട്. ഇപ്പം ഈ ഒരു രംഗത്ത് വീണ്ടും കൂടുതൽ അല്ലേ സ്റ്റഡിയുടെയും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതിരിക്കുന്നു അല്ലേ? ഈ ഒരു സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ബാംഗ്ലൂർ വൈറ്റ് ഫീൽഡ് വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ക്യാൻസർ സെൻ്ററിൻ്റെ മേധാവി കൂടിയായിട്ടുള്ള ഡോക്ടർ അമൃത പ്രഭയാണ്, സർജിക്കൽ ഓങ്കോളജിസ്റ്റാണ്. എന്നാലും ഇത്രയും നേരം വളരെ വിലപ്പെട്ടതായിട്ടുള്ള മെസ്സേജുകളാണ് നമ്മൾ പകർന്നു നൽകിയത്. കാരണം പലപ്പോഴും ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരാൾ എഫക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നവർക്കിടയിലേക്ക് ഈ മേഡത്തിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഒത്തിരി ഏരിയകൾ നമുക്കുണ്ട്. അപ്പം നമ്മൾ ഈ 3 കാര്യങ്ങളാണ് മേഡം പറഞ്ഞത്. പ്രത്യേകിച്ച് നമ്മളിത് ഡിറ്റക്റ്റ് ചെയ്യേണ്ട, സ്വയം ഡിറ്റക്റ്റ് ചെയ്യേണ്ട അവയർനെസ്, ഒരു നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് എപ്പോഴും നമ്മൾ അവെയർ ആയിരിക്കുക. പുരുഷനായാലും ഫീമെയിൽ ആണെങ്കിലും അവർ എപ്പോഴും നമ്മളിപ്പോൾ കുളിക്കുന്ന നേരത്താണെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ വായിക്കകത്തുള്ളിൽ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു മെഡിക്കൽ പ്രാക്ടീഷണർ എടുത്ത് ചെല്ലുകയും അവർ പറയുന്നതനുസരിച്ചുള്ള സീറ്റൊക്കെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ സമയം ടൈമിങ് അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തുടക്കത്തിൽ തന്നെ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് ചില സമയത്ത് നമുക്ക് സർവൈവർ എന്നുള്ള നിലയിലേക്ക് ആരോഗ്യം രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മെഡിബ്ലിസ് എന്നുള്ള പ്രോഗ്രാം നമ്മുടെ സമൂഹത്തിലെ പല ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്ന പല പ്രോഗ്രാമുകളും കാഴ്ചവെക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അത്തരമൊരു പ്രോഗ്രാം എല്ലാ ജനങ്ങളും മിസ് ചെയ്യാതെ കാണുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു ഡോക്ടർ എന്ന നിലയിൽ മലനാട് ടിവിക്കും മലനാട് ടിവിയിലെ മെഡിബ്ലിസ് എന്ന പ്രോഗ്രാമിനും എൻ്റെ എല്ലാവിധ ആശംസകളും. You are watching India's first NGO television, Malanad TV India.